എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മനസ്സിലായല്ലോ, മാങ്ങ കൊണ്ട് തന്നെ കേട്ടോ. പക്ഷേ ഇതൊരു ഉത്തരേന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ആം ക പന, ഗ്രീൻ മാംഗോ പന വളരെ നല്ലതാണ്. നമുക്ക് ഈ വേനൽക്കാല തണുപ്പ് സ്വാദിഷ്ടമായ രുചിക്കായിട്ട് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, മസാലയൊന്നും ചേർക്കാതെ നേച്ചുറലായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മാംഗോ റെസിപ്പിയാണ്. വളരെ നല്ലതാണ്. അതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് മാങ്ങ വേവിക്കാം, തോലോടുകൂടി വേവിച്ചിട്ട് എടുക്കാം, ചുട്ടെടുക്കാം, എന്നിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കാം, എന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ജീരകം, കുരുമുളക്, പിന്നെ പുതിനയില ചേർക്കുന്നുണ്ട്. അത് ഗുണത്തിനുമാണ്, രുചിക്കും നിറത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ആണ് ഇതിനോട് യോജിപ്പ് തോന്നിയത്. മധുരത്തിന് ഞാൻ ശർക്കരയാണ് ചേർത്ത്, പഞ്ചസാര ചേർക്കാം, തണുപ്പാണെങ്കിൽ അതിൽ കുറച്ച് തേൻ ചേർക്കാം. ഇങ്ങനെ പൾപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം മധുരം ആഡ് ചെയ്യുന്നതാണ് നല്ലത്. നല്ലൊരു എനർജറ്റിക് ആണ് കേട്ടോ. ഇന്ത്യൻ പാനീയമാണ്. പഴുക്കാത്ത മാമ്പഴം കൊണ്ട് പുതിനയിലയും ചേർത്ത് പ്രത്യേകമായ രുചി കൂട്ടുകൾ ചേർത്ത് ദാഹം ശമിപ്പിക്കുന്ന വളരെ നല്ലത്. ശർക്കരയും പിന്നെ ജീരകം വറുത്ത് പൊടിക്കുക, കുരുമുളക്, ഏലക്കായ, പുതിനയില മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വിയർപ്പ് മൂലം കുറേ നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഇരുമ്പൊക്കെ നഷ്ടപ്പെടും. അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള പാനീയം കഴിക്കുന്നത്. എന്താ പറയുക, അതുപോലെ തന്നെ ദഹനനാളത്തിന് വൈകല്യമുണ്ടെങ്കിൽ അതിന് വളരെ ഗുണകരമാണ്. വിറ്റമിൻ B1, B2, നിയാസിൻ, സി എല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഉത്തമ ടോണിക്കാണ് ഇത് കേട്ടോ. ഞാൻ പലതരത്തിൽ ഉണ്ടാക്കി നോക്കി, വേറെ ഒന്നും ചേർക്കേണ്ട. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഉത്തരേന്ത്യയിലത്തെ. അത് അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ വേവിക്കാതെ തോലോടുകൂടി വേവിച്ചിട്ട് പൾപ്പെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ശർക്കര ഇട്ടു, അതിൽ ഏലക്കായ, കുരുമുളക്, പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കുക. അത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇത് നന്നായി വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരത്തിന് വെള്ളവും പിന്നെ മധുരവും ചേർക്കാമെന്നാണ് ഞാൻ പറയാം. ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിന് 2-3 സ്പൂൺ എടുത്ത് ധാരാളം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യമായ രൂപത്തിലേക്ക് അത് മാറ്റാം. അതാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മാങ്ങ, കുറേ പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്താ പറയുക, ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അത്രയും എനർജറ്റിക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയാം. അത്രയും നല്ലൊരു, എന്താ പറയുക, നമുക്ക് അത്രയും ചൂടാണല്ലോ, ആ ചൂടിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെയുള്ള എനർജി ഡ്രിങ്ക് കുടിക്കുക തന്നെ വേണം. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി അടിച്ചെടുക്കുക. പുതിനയിലയും ചേർക്കാം. കണ്ടോ, ഇത് 2 മാങ്ങയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. 2 മാങ്ങയ്ക്ക് ഇത്ര പൾപ്പ് കിട്ടി. ഇതിന്ന് 2-3 സ്പൂൺ എടുത്തിട്ട് ധാരാളം വെള്ളം ചേർത്തിട്ട്, മധുരം കുറവാണെങ്കിൽ മധുരവും ശർക്കരയോ, തണുപ്പാണെങ്കിൽ മാത്രമാണ് തേൻ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ കുടിക്കാം. അത്രയും സ്വാദിഷ്ടമായ, എന്താ പറയുക, ഹൈലി റെക്കമെൻഡഡ്. അത്രയും ഇഷ്ടമായി എനിക്ക്. നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം അറിയുന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. പിന്നെ കുടിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യലോ. കുറേ ഗ്രീൻ മാംഗോൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും സമയമനുസരിച്ച് ഒന്ന് കാണുകയും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതുക കമൻറ്റ് ബോക്സിൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.